ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരുന്നില്ല. ഒരു ടൈമിൽ ലീൻ, സിമെട്രിക്കൽ, ഹ്യൂമൻ ലുക്കിംഗ് ഫിസിക് ഇങ്ങനെയായിരുന്നു ബോഡി ബിൽഡിംഗിന്റെ സ്റ്റാൻഡേർഡ്. പിന്നെ ഒരു കാര്യം, ഈ ഗെയിം ഫുൾ ചേഞ്ച് ആക്കി, സ്റ്റിറോയിഡ്സ്. അതിനുശേഷം ഫിസിക് ബിഗറായി, ഡ്രൈ ആയി, ഓൾമോസ്റ്റ് ഒരു സൂപ്പർ ഹ്യൂമൻ ലെവലിലേക്കായി. പിന്നെ സോഷ്യൽ മീഡിയ വന്നു. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്താൽ എല്ലാ സൈഡിലും ഇമ്പോസിബിൾ ഫിസിക്സ് ആണ്. അപ്പോൾ ഒരു ഡൗട്ട് നമുക്ക് എല്ലാവർക്കും വരും, നാച്ചുറൽ ആയിട്ട് നമുക്ക് എത്രത്തോളം മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും? ഈ വീഡിയോന്റെ അവസാനം വരെ കണ്ടാൽ നിനക്ക് അതിന്റെ ആൻസർ കിട്ടും. എസ്പെഷ്യലി ഇപ്പോൾ ഫേക്ക് നാറ്റീസും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഫിസിക് എല്ലാം നമ്മുടെ ചുറ്റുമുണ്ട്. ചില ആൾക്കാർ വർഷങ്ങളായി എടുത്തുള്ള വർക്ക് പോലെ കാണിക്കും, പക്ഷെ അവിടെ നമ്മൾ കാണാത്ത പല ഫാക്ടേഴ്സും അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബിഗിനർ കമ്പയർ ചെയ്യുമ്പോൾ അവൻ ചിന്തിക്കുന്നത് എനിക്ക് ജെനറ്റിക്സ് ഇല്ല, ഞാൻ വീക്കാണ്, മേ ബി ബോഡി ബിൽഡിംഗ് എനിക്ക് വേണ്ടിയുള്ള ഗെയിം അല്ല. പക്ഷെ ഇവിടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, മോസ്റ്റ് ആളുകളും, അതായത് നമ്മുടെ പല ആളുകളും അവരുടെ നാച്ചുറൽ ലിമിറ്റിന്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. അതൊരിക്കലും ജെനറ്റിക്സ് കൊണ്ടല്ല. ഇത് മനസ്സിലായാൽ നീ എത്ര വർഷമാണോ ജിമ്മിൽ പോയത്, ആ ജിമ്മിൽ പോയ നിന്റെ സ്റ്റോറി നീ വേറെ ആംഗിളിൽ കണ്ടു തുടങ്ങും. ജെനറ്റിക്സ് ഫസ്റ്റ് നമുക്ക് ജെനറ്റിക്സ് മാറ്റർ ചെയ്യും, അതൊരിക്കലും നമുക്ക് മാറ്റിയെടുത്താൻ പറ്റില്ല. ചില ആളുകൾക്ക് നാച്ചുറലി ബ്രോഡർ ഷോൾഡേഴ്സ്, സ്മോൾ വേസ്റ്റ്, ബെറ്റർ മസിൽ ഇൻസേഷൻസ്, ഫുള്ളർ മസിൽ ബെല്ലീസ്, ഇതൊക്കെ കൊണ്ട് ജനിക്കുന്നവരുണ്ടോ. അതുകൊണ്ട് തന്നെ രണ്ടുപേരും സെയിം വർക്കൗട്ട് ചെയ്താലും സെയിം റിസൾട്ട് ഉണ്ടാവില്ല. ജിമ്മിൽ നമ്മൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. ഒരാൾ 1 ഇയർ ട്രെയിനിങ്, നോർമൽ ഡയറ്റ്, പക്ഷെ അവരുടെ ഷോൾഡേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഓൾറെഡി റൗണ്ട് ആയ പോലെയാണ്. പക്ഷെ വേറൊരാൾ 3 വർഷം ഇതുപോലെ വർക്കൗട്ട് ചെയ്തിട്ടും ഇത്ര ഡ്രാമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഇല്ല. ഇത് ജെനറ്റിക്സ് ഇൻഫ്ലുവൻസ് ആണ്. പക്ഷെ ഇതിന്റെയൊക്കെ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാം, പല ആളുകളും ഫസ്റ്റ് തന്നെ ഡിസൈഡ് ചെയ്യും എനിക്ക് ജെനറ്റിക്സ് ഇല്ല, സോ അതുകൊണ്ട് എനിക്ക് പറ്റില്ല, അത് അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഇതിന്റെയൊക്കെ റിയാലിറ്റി എന്താണെന്ന് അറിയാം, അവരവരുടെ നാച്ചുറൽ ലിമിറ്റ്സിന്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. ഇത് ഞാൻ സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്ത് കാണിക്കാം. അതിനുവേണ്ടി നീ ഇപ്പോൾ എത്ര വർഷമാണ് ജിമ്മിൽ പോയത് അത് ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഒരു 5 വർഷമോ അല്ലെങ്കിൽ 2 വർഷം ജിമ്മിൽ പോയെന്ന് പറയുന്നത് ഇപ്പോൾ നീ 5 ഇയേഴ്സ് അല്ലെങ്കിൽ 2 വർഷം പ്രോപ്പർ ബോഡി ബിൽഡിംഗ് ചെയ്തു എന്നല്ല. ഇപ്പോൾ ആ 2-5 വർഷത്തിൽ നമ്മുടെ പ്രോട്ടീൻ കൺസിസ്റ്റന്റ് ആയിരുന്നോ, സ്ലീപ്പ് കറക്റ്റ് ആയിരുന്നോ, നമ്മൾ ഓരോ മാസത്തിൽ പ്രോഗ്രസീവ് ആയിട്ട് സ്ട്രോങ്ങർ ആയോ, നമ്മൾ സെയിം പ്ലാൻ തന്നെയാണോ കണ്ടിന്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന റാൻഡം വർക്കൗട്ട്സ് ആണോ ട്രൈ ചെയ്യുന്നത്, കാലറീസ് ബോഡിക്ക് കറക്റ്റ് ആയിട്ടാണോ നമ്മൾ എടുത്തത്, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഫോം എല്ലാം ഓക്കെ ആയിരുന്നോ. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മിക്ക ആൾക്കാരുടെ കാര്യത്തിൽ അല്ലാന്നായിരിക്കും. നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിൽ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ജെനറ്റിക്സ് മാത്രമല്ല, കൺസിസ്റ്റൻസി പ്ലസ് കറക്റ്റ് അപ്രോച്ച് ആണ്. അപ്പോൾ അടുത്തൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ കൺസിസ്റ്റന്റ് ആണെങ്കിൽ എനിക്ക് എത്ര മസിൽ ഗെയിൻ ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, നമുക്ക് ഇവിടെ സയൻസ് തന്നെ ഒരു റഫ് റേഞ്ച് കൊടുക്കുന്നുണ്ട്. സയൻസ് ബേസ്ഡ് എസ്റ്റിമേറ്റ്സ് പ്രകാരം ഒരു ആവറേജ് മെയിലിന് ലൈഫ് ടൈമിൽ റഫ്ലി 20 to 40 പൗണ്ട്സ് ആണ്. അതാണ് അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 9 to 18 കിലോ ലീൻ മസിൽ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് 1-2 വർഷം നല്ല ഫാസ്റ്റ് ആയിരിക്കും, പിന്നെ ഓരോ വർഷം കിട്ടുന്ന എമൗണ്ട് ഇങ്ങനെ മസിലിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. എക്സാക്ട്ലി നമുക്ക് എല്ലാവർക്കും സെയിം അല്ല, ബിക്കോസ് ഹൈറ്റ് ഉണ്ട്, ബോൺ സ്ട്രക്ചർ ഉണ്ട്, ജെനറ്റിക്സ്, ട്രെയിനിങ് ക്വാളിറ്റി, ഫുഡ്, സ്ലീപ്പ്, ഇതെല്ലാം മാറ്റർ ചെയ്യും. ഇത് മനസ്സിലാക്കണം. 13 to 14 കിലോ റിയൽ മസിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്ക് കംപ്ലീറ്റ് ആയി മാറിപ്പോകും. നമ്മൾ ഈ കാണുന്ന സൂപ്പർ ഹീറോ ഫിസിക് അല്ല, ഒരു ആവറേജ് ആയ ഒരാൾക്ക് അച്ചീവബിൾ ആണ്, പക്ഷേ ഇയേഴ്സ് എടുക്കും. പക്ഷേ ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് അറിയാം, നമ്മൾ ഈ 5 ഇയേഴ്സ് പ്രോസസ്സിനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന 5 month ട്രാൻസ്ഫോർമേഷൻ റീൽ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇതാണ് വലിയ ട്രാപ്പ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ഹൈലൈറ്റ് റീലാണ്, ഒരിക്കലും റിയാലിറ്റി അല്ല. ഇത് അക്സെപ്റ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ജിം ജേണിയുടെ അടുത്ത ഡിസിഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകും. മേ ബി നിനക്ക് മിസ്റ്റർ ഒളിമ്പിയ ജെനറ്റിക്സ് ഇല്ലായിരിക്കും, മേ ബി നിനക്ക് സോഷ്യൽ മീഡിയ കാണുന്ന എക്സ്ട്രീം ഫിസിക്ക് റീച്ച് ചെയ്യാൻ പറ്റാതിരിക്കാം. പക്ഷെ അതുകൊണ്ട് ഒരിക്കലും നിന്റെ എഫേർട്ടിന്റെ വാല്യൂ കുറയുന്നില്ല. ബിക്കോസ് മിക്ക ആൾക്കാർ അവരുടെ ആക്ച്വൽ പൊട്ടൻഷ്യൽ റീച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ക്വിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അപ്പോൾ തന്നെ എന്തെങ്കിലും ഷോർട്ട് കട്ട്സ് നോക്കും. നമ്മുടെ നാച്ചുറൽ ലിമിറ്റ്സിനെ കുറിച്ച് വറി ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് നിന്റെ കറന്റ് ലിമിറ്റ് ബ്രേക്ക് ചെയ്ത് കാണിക്കും. അതിന് വർഷങ്ങൾ എടുക്കാം. പ്രോപ്പർലി ട്രെയിൻ ചെയ്ത്, പ്രോപ്പറായിട്ട് കഴിച്ച്, നന്നായിട്ട് ഉറങ്ങി. ബിക്കോസ് ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പ്രോബ്ലം നമ്മുടെ ജെനറ്റിക്സ് സ്ലോ ആയതല്ല, പ്രോബ്ലം നമ്മുടെ 5 ഇയേഴ്സ് പ്രോസസ്സിനെ 5 month റിസൾട്ട് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നതാണ്.